അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കഴിഞ്ഞ എപ്പിസോഡിൽ സിദ്ധുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ മുകളിലേക്ക് കയറിപ്പോയ ചന്ദ്രിക മേലെ എത്തിയതും അവൾ ആലോചിക്കുകയാണ്. സിദ്ധു US പോകുന്നതിനെ പറ്റിയാണ് അവളുടെ ആലോചന. താഴെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എന്നാൽ അവൾ മേലേക്ക് പോകുന്നത് കണ്ട സിദ്ധുവും അവളുടെ പിന്നാലെ പോവുകയാണ്. അവളുടെ പിന്നാലെ സിദ്ധു പോകുമ്പോൾ ജാനകിയമ്മ ആലോചിക്കുകയാണ്, ഇവൻ എന്തിനാ അവളുടെ പിന്നാലെ പോകുന്നത്? മേലെ വേദനയോടെ നിൽക്കുന്ന ചന്ദ്രികയുടെ അടുത്തേക്ക് സിദ്ധു വരികയാണ്. ബാക്കിൽ വന്ന് മുരടാനക്കും. അവൻ ചന്ദ്രിക എന്ന് വിളിക്കും. അപ്പോൾ എന്ന് മൂളും. എന്നിട്ട് സിദ്ധു ചോദിക്കാണ്, എന്താ കേക്ക് കഴിക്കില്ല എന്ന് പറഞ്ഞേ? അപ്പോൾ ചന്ദ്രിക പറയാണ്, മനസ്സിനൊരു സുഖമല്ലേ സാർ, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ സിദ്ധാർത്ഥ് വളരെ ഗൗരവത്തിൽ പറയാണ്, ചന്ദ്രികയെ, ഞാൻ നിനക്ക് തന്ന സമയം കഴിഞ്ഞു. ഇപ്പോൾ നിനക്ക് നിൻ്റെ തീരുമാനം എന്താണെന്ന് ധൈര്യമായിട്ട് പറയാം. അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് അവൾ പറയും, എന്നോട് ക്ഷമിക്കൂ സാർ, എന്നെക്കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സാർ. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തേക്കാളും വലുത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളെപ്പോലുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിച്ച് നിങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്നും ഈ വീട്ടിലൊരു വേലക്കാരിയായിരിക്കും. നിങ്ങൾ നിങ്ങളെ പഠിപ്പിനും സൗന്ദര്യത്തിനും ഒത്ത ഒരു നല്ലൊരു പെണ്ണിനെ കണ്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കൂ സാർ. ഈ പാവപ്പെട്ട ചന്ദ്രിക നിങ്ങൾക്ക് വേണ്ട സാർ. അവന് ഒന്നും പറയാനാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവൾ അതും പറഞ്ഞ് ഒറ്റ പോക്ക് പോവും. അവൾ പോകുന്നത് നോക്കി അവനും നിൽക്കും. എന്നിട്ട് അവനെ മനസ്സിൽ പറയാണ്, ചന്ദ്രിക എന്നെ അംഗീകരിക്കില്ല എന്ന് അവൾ വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് ഇനി ചന്ദ്രികയെ കാത്തു നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നാളെ വീട്ടിലെല്ലാവരോടും പറഞ്ഞ് അമേരിക്കയിലേക്ക് പോകണം. പിന്നെ കാണിക്കുന്നത് താഴെ ഫംഗ്ഷൻ നടക്കുന്നിടത്താണ്. അവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഇപ്പുറത്ത് മലരും പ്രിയയും ആരതിയും കൂടെ ബലൂണിൽ കളിക്കുകയാണ്. അപ്പോൾ ജാനകിയമ്മ മുത്തശ്ശനോട് പറയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയും മോളെ, സിദ്ധാർത്ഥിന് കല്യാണം കഴിക്കാനുള്ള പ്രായമായി. ഞാൻ കാണിക്കുന്ന പെണ്ണിനൊന്നും അവന് വേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതാ അവൻ പറയുന്നു അവൻ അമേരിക്കയിലേക്ക് പോവുകയാണെന്ന്. അവനിപ്പോൾ അമേരിക്കയിലേക്ക് പോയാൽ പിന്നെ എപ്പോഴാണ് അവൻ കല്യാണം കഴിക്കുക? അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛനും പറയാണ്, സിദ്ധാർത്ഥ് ഇപ്പോൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആരതിയെയും കല്യാണം കഴിപ്പിക്കായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ആരതിയുടെ കല്യാണം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവൻ കല്യാണത്തിന് ഇങ്ങനെ വൈകിപ്പിക്കുന്നത് അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് എന്താണ് കാരണമെന്ന് അവൻ പറയട്ടെ എന്ന് മഹേന്ദ്രൻ പറയും. എന്നിട്ട് അയാൾ തുടരുകയാണ്, അതിന് ആരതിയുടെ കല്യാണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ലല്ലോ. നല്ലൊരു ബന്ധം നോക്കി അവളെ കല്യാണം കഴിപ്പിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഒപ്പം നിന്ന് ലക്ഷ്മിയമ്മയും അതേ എന്ന ഒരർത്ഥത്തിൽ തലയാട്ടും. എന്നിട്ട് മഹേന്ദ്രൻ സാർ തുടരാണ്, സിദ്ധാർത്ഥിന് എപ്പം കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നോ അപ്പം കല്യാണം കഴിക്കട്ടെ. അവന് എങ്ങനെയുള്ള പെണ്ണിനാണോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള പെണ്ണിനെ നോക്കട്ടെ. അപ്പോൾ മുത്തശ്ശനും ഇടപെട്ടുകൊണ്ട് പറയും, അതേ ജാനകി, സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മളൊരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് ഈ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ അവൻ ചെറിയ കുട്ടിയൊന്നുമില്ലല്ലോ. അവനും ഉണ്ടാവില്ലേ ഓരോ സങ്കല്പങ്ങൾ മനസ്സിൽ. അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. മേഘയും മുത്തശ്ശിയൊക്കെ ഇത് നോക്കി നിൽക്കുകയാണ്. കുട്ടികളും ആരതിയും അപ്പുറത്ത് ബലൂണിൽ കളിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ട്രെയിൽ ചായയുമായി ചന്ദ്രിക വരികയാണ്. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി. സിദ്ധാർത്ഥ് ഏതെങ്കിലും പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ജാനകിയമ്മയുടെ മുഖം ഒന്ന് വിളറും. അവർ ആകെ ഭയന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്, സിദ്ധാർത്ഥ് ചന്ദ്രികയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കിയാൽ അതോടെ തീർന്ന്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രികയെ പിടിച്ച് സിദ്ധാർത്ഥിനെ കൊണ്ട് കെട്ടിക്കും. സിദ്ധാർത്ഥ് ചന്ദ്രികയെ സ്നേഹിക്കുന്ന കാര്യം ഒരിക്കലും ഏട്ടനോട് പറയരുത്. അപ്പോഴേക്കും ചന്ദ്രിക അവിടെ എത്തിയിരുന്നു. ട്രേ ജാനകിയമ്മയുടെ നേരെ നീട്ടും. ജാനകിയമ്മ കടുപ്പിച്ച് അവളെ മുഖത്തേക്ക് ഒന്ന് നോക്കും. എന്നിട്ട് ഒരു കപ്പെടുക്കും. എന്നിട്ട് ജാനകിയമ്മ സഭയിൽ പറയാണ്, അതെങ്ങനെ ശരിയാവും? നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സുണ്ട്. സിദ്ധാർത്ഥ് ചെറിയൊരു കുട്ടിയാണ്. അവന് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാത്തൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ? ചന്ദ്രികയെ ഒപ്പം നിർത്തി അത് പറഞ്ഞപ്പോൾ ചന്ദ്രിക ആകെ ഒന്ന് വിളറും. ജാനകിയമ്മ പറഞ്ഞതിനും കാര്യമുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ സിദ്ധുവിൻ്റെ അച്ഛനും ഒന്ന് തലയാട്ടും. ചന്ദ്രിക അവിടുന്ന് നേരെ എസ്കേപ്പ് ആവും. എന്നിട്ട് ജാനകിയമ്മ തുടരാണ്, നമ്മളാണ് സിദ്ധാർത്ഥിന് നല്ലൊരു പെണ്ണിനെ നോക്കി കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടത്.
അപ്പോൾ മുത്തശ്ശനും പറയും, ജാനകി പറഞ്ഞത് ശരിയാണ്, പക്ഷേ ആദ്യം സിദ്ധാർത്ഥിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാലോ. ആ സമയത്ത് വിഷമത്തോടെ സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ് സിദ്ധു. ഇവിടുന്ന് തിരിച്ചു പോകുന്ന ചന്ദ്രികയും സിദ്ധാർത്ഥവും തമ്മിൽ അടുത്തെത്തും. രണ്ടുപേരും അല്പനേരം കണ്ണിലേക്ക് നോക്കി നിൽക്കും. സിദ്ധു ഇറങ്ങി വരുന്നത് കണ്ട മുത്തശ്ശൻ പറയും, വാടാ സിദ്ധു, നിന്നെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അവിടെ എത്തിയിരുന്നു. എന്നിട്ട് പറയാണ്, മുത്തശ്ശ, നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. അത് കേട്ടതും ജാനകിയമ്മ ആകെ ഒന്ന് ഭയപ്പെടും. ഞാൻ ചന്ദ്രികയെ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് പറയാൻ പോവുകയാണോ എന്നുള്ളൊരു ഭയപ്പാട്. മേഘയുടെ മുഖത്തും മേഘയുടെ മുത്തശ്ശിയുടെ മുഖത്തും ഉണ്ട് ഇതുപോലൊരു ആകാംക്ഷ. ചന്ദ്രികയും കുറച്ചപ്പുറം നിന്ന് നോക്കുന്നുണ്ട് എന്താ പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയും, എന്താ മോനെ കാര്യം? അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് കൺഫേമായി. ചന്ദ്രിക നിരാശയോടെ അത് കേൾക്കുകയാണ്. ജാനകിയമ്മയുടെ മുഖത്തും സങ്കടമുണ്ട്. എന്നിട്ട് സിദ്ധു പറയാണ്, നാളെ 9 മണിക്കാണ് ഫ്ലൈറ്റ്. 6 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് എയർപോർട്ടിലെത്തണം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും, നീ അമേരിക്കയിലേക്ക് പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരിക? അപ്പോൾ സിദ്ധാർത്ഥ് പറയും, അറിയില്ല, അത് അവിടെ പോയിട്ടേ തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, നിനക്ക് കല്യാണത്തിനുള്ള പ്രായമായി, നിന്നെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം ജാനകി പറയായിരുന്നു. നീ ആണെങ്കിൽ എപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് നിൻ്റെ കല്യാണം നടക്കുക? അവൻ അതിന് മറുപടി ഒന്നും പറയാതെ തല താത്തി നിൽക്കും. ചന്ദ്രിക സങ്കടത്തിൽ അത് നോക്കി നിൽക്കുകയാണ്. സിദ്ധു പറയാണ്, മുത്തശ്ശ, എനിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമില്ല. എനിക്ക് എപ്പം കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു അപ്പം ഞാൻ നിങ്ങളോട് പറയാം. അതുവരെ എന്നെ ഫ്രീ ആയി വിടണം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, നിൻ്റെ വയസ്സ് കയറിപ്പോയാൽ പിന്നെ ആരും നിനക്ക് പെണ്ണ് തരില്ല. അതൊക്കെ സമയത്തിന് ചെയ്യണം, അല്ലെങ്കിൽ നിനക്ക് പെണ്ണിനെ തന്നെ കിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്ക്, നിനക്ക് 1 വർഷത്തെ സമയം തരാം. നീ അമേരിക്കയിലേക്കോ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ നിൻ്റെ കല്യാണം അടുത്ത വർഷം നടക്കും. നീ കല്യാണം കഴിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കണ്ണടയൂ. എന്നിട്ട് ജാനകിയമ്മയോട് പറയും, എന്താ ജാനകി, നീ ഓക്കെ അല്ലേ? എന്നിട്ട് മുത്തശ്ശൻ തന്നെ പറയാണ്, സിദ്ധാർത്ഥിനെ എന്തായാലും അടുത്ത കൊല്ലം നമ്മൾ കല്യാണം കഴിപ്പിക്കും. പക്ഷേ അതിനു മുമ്പേ നമ്മുടെ ആരതിയെ നല്ലൊരു ബന്ധം നോക്കി കല്യാണം കഴിപ്പിച്ച് വിടണം. ജാനകിയമ്മ ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കും. സിദ്ധാർത്ഥ് സ്റ്റെയർ കേസ് കയറി പോവാണ്. അടുത്ത് ചന്ദ്രിക നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം നോക്കും. സിദ്ധു ചന്ദ്രികയെ നോക്കി ഓരോ പടിയും മെല്ലെ മെല്ലെയാണ് കയറുന്നത്. ഇത് ജാനകിയമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കിതൊന്നും കണ്ടു നിൽക്കാനാവുന്നില്ല. പിന്നെ കാണിക്കുന്നത്, അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ഇടാത്തവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ഇട്ടേക്കണേ. പറ്റുന്നവർ കമൻറ്റും ചെയ്യണേ. പിന്നെ കാണിക്കുന്നത് തൻ്റെ റൂമിൽ അസ്വസ്ഥനായി നിൽക്കുന്ന മഹേന്ദ്രനെയാണ്. അവർ എന്തോ ആലോചിക്കുകയാണ്. അങ്ങോട്ടേക്ക് ലക്ഷ്മിയമ്മ വരികയാണ്. ഏട്ടാ, എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും അസുഖമുണ്ടോ? അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, ശരീരത്തിനൊരു കുഴപ്പമില്ലടി, മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. സിദ്ധാർത്ഥ് ഇല്ലാതെ ഈ കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. ഇത്ര നാളും അവൻ നന്നായി കമ്പനി നടത്തിക്കൊണ്ടുപോയി. സിദ്ധാർത്ഥിനെ പോലെ മേഘയെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്നതൊക്കെ ഞാനും അംഗീകരിക്കുന്നു എന്നുള്ള ഇതിൽ ലക്ഷ്മിയമ്മ തലയാട്ടും. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയും, നിങ്ങളെന്തിനാ പേടിക്കുന്നേ? ചന്ദ്രികയില്ലേ ഇവിടെ, അവള് നമ്മളെ സഹായിക്കില്ലേ? അപ്പോൾ മഹേന്ദ്രൻ പറയും, ചന്ദ്രിക പാവാണ്, അവൾ ഇപ്പോഴല്ലേ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. അവൾക്ക് മാനേജ്മെൻറ്റിനെ പറ്റി കൂടുതലായി ഒന്നും അറിയില്ല. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഒരുപാട് ദിവസമാവും. അപ്പോൾ ലക്ഷ്മിയമ്മ പറയണേ, നിങ്ങൾ അതൊക്കെ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. എന്നായാലും ചന്ദ്രിക തന്നെയല്ലേ ഇതൊക്കെ നോക്കി നടത്തേണ്ട ആള്. അവൾ ഇപ്പം തൊട്ടേ കുറേശ്ശായിട്ട് ഇതെല്ലാം പഠിക്കേണ്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ ശരിയാണ് എന്നുള്ള അർത്ഥത്തിൽ ശരി ലക്ഷ്മി. എന്നിട്ട് അയാൾ തന്നെ പറയണേ, സിദ്ധാർത്ഥ് പോകുന്നതിനെ പറ്റി വിഷമിച്ച് നിൽക്കാതെ ചന്ദ്രികയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ഞാനൊന്ന് ട്രൈ ചെയ്യാം. ശരി, ഗുളിക കുടിക്കണ്ടേ, വാ കഴിക്കാം എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ അയാളെ വിളിക്കും. അപ്പോൾ അയാൾ അവിടെ നിന്ന് എണീറ്റ് പോവും. പിന്നാലെ ലക്ഷ്മിയമ്മയും. ഭക്ഷണം ടേബിളിലേക്ക് കൊണ്ടുവരികയാണ് ചന്ദ്രിക. മഹേന്ദ്രനും ലക്ഷ്മിയും ടേബിളിൻ്റെ അടുത്തെത്തിയതും ലക്ഷ്മിയമ്മ ചോദിക്കുകയാണ്, ചന്ദ്രിക ഭക്ഷണം കഴിക്കണ്ടേ? ആ കഴിക്കാം എന്ന് ചന്ദ്രിക. ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കും. രണ്ടുപേർക്കും പ്ലേറ്റ് എടുത്ത് ഭക്ഷണം വിളമ്പി കൊടുക്കും ചന്ദ്രിക. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ്, ചന്ദ്രിക നീയും ഇരിക്ക്, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. അപ്പോൾ ചന്ദ്രിക പറയും, ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മേ, നിങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ചന്ദ്രിക. ലക്ഷ്മിയമ്മ ചന്ദ്രികയുടെ മുഖത്തേക്ക് കുറച്ച് നേരം നോക്കി നിൽക്കും. എന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, എന്താ നിൻ്റെ കണ്ണ് ചോദിന്നിരിക്കുന്നേ? അപ്പോൾ ചന്ദ്രിക പറയും, ഒന്നുമില്ല അമ്മേ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയും, അല്ലല്ലോ, ഞാൻ 2 ദിവസമായി ശ്രദ്ധിക്കുന്നു, എന്തോ പോലെ ഉണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ല അമ്മേ, അങ്ങനൊന്നുമില്ല ചന്ദ്രിക പറയും.
അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, ചന്ദ്രികെ, സിദ്ധാർത്ഥ് റൂമിലുണ്ട്, നീ അവനെ കൂട്ടിക്കൊണ്ടുപോവാ, എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ ശരി സാർ എന്ന് പറഞ്ഞ് അവൾ സിദ്ധാർത്ഥിനെ വിളിക്കാൻ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോവുകയാണ്. സിദ്ധാർത്ഥ് അവൻ്റെ റൂമിൽ ബെഡിൽ നിരാശയോടെ എന്തോ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവനും ചന്ദ്രികയും മലരും ഒക്കെ ഉള്ള സ്കൂൾ ഫംഗ്ഷനിലെടുത്ത ആ ഫോട്ടോ നോക്കുകയാണ്. കുറേ നേരമായി അവൻ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്താണ് വാതിൽ കടന്ന് ചന്ദ്രിക വരുന്നത്. അതീവ സങ്കടത്തോടെ ചന്ദ്രിക അത് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് സിദ്ധു ചന്ദ്രികയെ കാണുകയാണ്. പരസ്പരം രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവന് ബെഡിൽ നിന്ന് എണീറ്റ് അവളടുത്ത് വരും. എന്നിട്ട് അവളോട് ചോദിക്കും, ചന്ദ്രികെ, എൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. മലരിനെയും നിന്നെയും എങ്ങനെ പിരിഞ്ഞിരിക്കുന്ന അറിയില്ല. അപ്പോൾ അവൻ്റെ കണ്ണിലേക്ക് വിഷമത്തോടെ നിരാശയോടെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക. ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗം പറയാം. ചന്ദ്രികയുടെ ഒരു ഫോട്ടോയിലേക്ക് നോക്കി സിദ്ധാർത്ഥ് സ്വയം പറയാണ്, ചന്ദ്രികയെ, ഇനി നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല, ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മലര് കിടക്കുകയാണ്. അവിടെ വന്ന് ചന്ദ്രിക പറയാണ്, എണീക്ക് മോളെ, കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ മലര് പറയാണ്, എനിക്കൊന്നും വേണ്ട, സിദ്ധുവിനോട് എവിടേക്കും പോകരുതെന്ന് പറ. അപ്പോൾ ചന്ദ്രിക പറയാണ്, എനിക്കങ്ങനൊന്നും പറയാൻ പറ്റില്ല മോളെ. എന്നിട്ട് ചന്ദ്രിക അവളെ എണീപ്പിക്കുകയാണ്. അവൾ ഒരേ കരച്ചിൽ. ചന്ദ്രിക അവളുടെ ശരീരത്തിലൊക്കെ തൊട്ട് നോക്കും. എന്നിട്ട് ചോദിക്കും, നിൻ്റെ ശരീരമൊക്കെ നല്ലോണം പൊള്ളുന്നുണ്ടല്ലോ മലർ, നീ കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്ക്. അപ്പോഴും മലർ പറയാണ്, സിദ്ധുവിനോട് ഇവിടുന്ന് പോകരുതെന്ന് പറ അമ്മേ. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.